ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, നമ്മുടെ പ്രശ്നീഷ് പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ പ്രശ്നീഷിൻ്റെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനിപ്പോൾ നേരിടുന്ന ഒരു കാര്യം പറയാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ 2-3 വീഡിയോസ് ആയിട്ട് എൻ്റെ വീഡിയോയുടെ അടിയിൽ കുറച്ച് കമൻസ് വരുന്നുണ്ട്. കൊഞ്ചലുകാരി, ക്യൂട്ട്നെസ് വാരി അറിയുന്നു, പിന്നെന്തുവാ കൊഞ്ചാതെ സംസാരിക്കുക, നേരെ സംസാരിക്കുക എന്നൊക്കെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരാൾ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് അയാളുടെ പേഴ്സണാലിറ്റി അല്ലേ? ഞാനേ നോർമലി സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ വെളിയിലാണെങ്കിലും ഒക്കെ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ വേറെ അത് ഞാൻ അങ്ങനെ വിട്ടു, ഇഗ്നോർ ചെയ്ത് വിട്ടു. അത് കഴിഞ്ഞപ്പോ ഇപ്പൊ കുറച്ചു മുമ്പ് ഒരു ചേട്ടൻ വന്നിട്ട് എന്നോട് പറയുക, എന്തുവാ 8 വയസ്സുള്ള ഐഷ എന്ന് പറയുന്ന കൊച്ചിന്റെ ക്ലാസ്സിന് പോവാനോ അങ്ങനെ എന്തോ ആ കൊച്ചിനെ കണ്ട് സംസാരിക്കാൻ. എനിക്ക് ഒരു കൊച്ചിനെ കണ്ട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാ എന്റെ സംസാര രീതി. കേൾക്കാൻ പറ്റുവാണെങ്കിൽ കേട്ടാൽ മതി. ഇനി ചേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് വേണേ ഞാനെന്നാ ക്ലാസ്സിന് പോവാം. 8 വയസ്സുള്ള കൊച്ചല്ലേ, എന്നെ എന്താ പഠിപ്പിക്കുന്നേ? ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും അതവിടെ കഴിയട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ അടുത്ത് ഇമാതിരി കമന്റ്സ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇനി ഞാൻ ഡിലീറ്റ് ചെയ്ത് വിടത്തേ ഉള്ളൂ. ഒന്നെങ്കിൽ ഞാൻ ഇഗ്നോർ ചെയ്ത് വിടാം, അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കും. അതല്ല എങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്തും വിടും. ഓക്കെ, ഇനി എന്തൊക്കെ പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ. എനിക്കതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ എൻ്റെ പീരിയോഡ് സൗണ്ടിന്റെ കാര്യത്തിൽ കുറച്ചിതുണ്ട്, അതായത് പതർച്ചയുണ്ട്. അതെനിക്കറിയാം. കാര്യം അത് ഞാൻ യൂസ് ചെയ്യുന്ന ആ ഒരു മൈക്കിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ എൻ്റെ കയ്യിലാകെ ഉള്ളതൊക്കെ വെച്ച് ഞാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ പയ്യെ സെറ്റ് ചെയ്തെടുക്കാമെന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോസിറ്റീവ് വേയാ. അതല്ലാതെ ഇമാതിരി കമൻസ് പറഞ്ഞു തന്നുകൊണ്ടിരുന്ന ഒന്നെങ്കിൽ ഞാൻ നല്ലത് തിരിച്ചു പറയും, അല്ലെങ്കിൽ ഞാൻ ആ കമന്റ്സ് ഡിലീറ്റ് ചെയ്ത് വിടും. എല്ലാ ഗേൾസിന്റെ അടുത്തും ചെന്നിട്ട് കമന്റ്സ് ബോക്സിൽ ചെന്ന് അവരെ ഒരുമാതിരി കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവർ തളരുന്ന പോലെ ഞാൻ തളരുന്നൊന്നും വിചാരിക്കണം. ഞാൻ ഡിലീറ്റ് ചെയ്ത് വിടത്തേ ഉള്ളൂ. അത് ഞാൻ എന്തായാലും എക്സ്പ്രസ് ചെയ്യത്തുമില്ല. നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ അറിയാനും പോകുന്നില്ല. ഓക്കെ, അപ്പൊ പിന്നെ വെറുതെ എന്തിനാ സമയം കളയുന്നത്? പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഇതില് വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ പറയാം. എൻ്റെ പേഴ്സണാലിറ്റിയിൽ കയറി ചൊറിയാൻ വരരുത്. ഓക്കെ, എല്ലാരോടും അല്ല കേട്ടോ പറയുന്നത്. ഇമാതിരി രീതിക്ക് കമന്റ് ഇടുന്ന 3-4 എണ്ണത്തിനോട് മാത്രം ഞാൻ പറയുന്നത്. ബാക്കി എല്ലാവരുടെയും കമന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. എല്ലാവർക്കും താങ്ക് യു. ഞാൻ ചോദിക്കാതെ തന്നെ തരുന്ന സപ്പോർട്ടിന് ഐ എം സോ ഹാപ്പി ഫോർ യു ഗൈസ്. താങ്ക് യു സോ മച്ച്. സോ നമുക്ക് അതൊക്കെ അവിടെ കിടക്കട്ടെ. അവരൊന്നും നന്നാവാനേ പോകുന്നില്ല. ഇഗ്നോർ ദം. അപ്പൊ നമുക്കിനി പ്രശ്നങ്ങളുടെ രാജകുമാരനായിട്ടുള്ള പ്രശ്നേഷിന്റെ ജീവിതത്തിലേക്ക് പോവാം ഗൈസ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുവാണെങ്കിൽ മാത്രമേ ഞാൻ ഇനി പ്രശ്നേഷിന്റെ ലൈഫായിട്ട് വരത്തുള്ളൂ എന്ന്. അപ്പോൾ എനിക്ക് ഇന്നലെ രാത്രിയാണ് ഞാൻ അറിയുന്നത് പ്രശ്നേഷ് പെട്ടു ഗൈസ് എന്ന്. അപ്പോൾ നമുക്ക് ആ ന്യൂസിലേക്ക് പോവാം. ഗ്രീൻ ഹൌസ് ക്ലീനിംഗ് സർവീസ് എന്ന യൂട്യൂബ് ചാനൽ ഉടമ രോഹിത്തിനെതിരെ കേസ്. സഹോദരിയുടെ പരാതിയിലാണ് ആലപ്പുഴ പോലീസ് കേസെടുത്തത്. സഹോദരിയെ ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നാണ് കേസ്. റോയ് കുട്ടാർച്ചയുണ്ട് വിശദാംശങ്ങളുമായി. റോയ്, എന്താണ് ഈ പരാതിക്ക് അടിസ്ഥാനം? പർവതി, ആലപ്പുഴയിൽ വളരെ അറിയപ്പെടുന്ന ഒരാളാണ് പ്രശ്നേഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന, പ്രശ്നേഷ് ഗ്രീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബ് ബ്ലോഗർ രോഹിത്. ഇദ്ദേഹം കുറെ ദിവസങ്ങളായി ഇദ്ദേഹത്തിന്റെ അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ വളരെ ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുകയും വീട് കയറി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുകയാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ ഈ പെൺകുട്ടി, അതായത് ഈ രോഹിതിന്റെ സഹോദരി, ആലപ്പുഴ വനിതാ പോലീസ് സ്റ്റേഷനിലും ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയ അടിസ്ഥാനത്തിൽ ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്ന് രാവിലെയുമായി ഈ സഹോദരിയുടെ മൊഴി രേഖപ്പെടുത്തി ഈ യൂട്യൂബറായിട്ടുള്ള രോഹിതിനെയും വിളിച്ചു വരുത്തിയിരുന്നു. തുടർന്ന് ചർച്ച ചെയ്ത് സമാധാനം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും രണ്ടുപേരും സമ്മതിക്കാത്തതിനെ തുടർന്ന് ഈ പെൺകുട്ടിയുടെ, അതായത് ഈ രോഹിതിന്റെ സഹോദരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വനിതാ പോലീസ്, ആലപ്പുഴയിലെ വനിതാ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും സഹോദരിയെ ദേഹോദരം ഏൽപ്പിക്കുകയും മുടിക്ക് കുത്തിപ്പിടിച്ച് ഇടിക്കുകയും വീട് കയറി ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ള പരാതിയിലാണ് ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സഹോദരിയെയും അമ്മയെയും അപമാനിക്കുന്ന തരത്തിലുള്ള വീഡിയോകളും അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പരാമർശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലുമാണ് കേസെടുത്തിരിക്കുന്നത്. ദേഹോദ്രവം ഏൽപ്പിക്കലും അതോടൊപ്പം തന്നെ ഗുരുതരമായി പരിക്കേൽപ്പിക്കലും. എനിക്കുണ്ടല്ലോ ഈ ന്യൂസ് കാണുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു സാധനം എന്താണെന്നറിയാവോ? ഇത് പ്രശ്നീഷ് ചോദിച്ച് വാങ്ങിച്ച കേസായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പേഴ്സണലി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറുതെ ഇരുന്ന അനിയത്തീനെ അങ്ങോട്ട് ട്രിഗർ ചെയ്ത് പോയി വീഡിയോസ് ഇട്ട് ട്രിഗർ ചെയ്തിട്ടാണ് ലാസ്റ്റ് ഇതുമാതിരി ഒരു കേസായിട്ട് ഇവൻ്റെ തലയിൽ വന്നിട്ടുള്ളത്. എന്നിട്ടും അടങ്ങാതെ അതിനും ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അളിയൻ വന്നിട്ട് വീഡിയോ ഇടുന്നുണ്ട്. ഈ വീഡിയോ ഇടുന്നത് ആക്ച്വലി പൊട്ടൻ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ. ഇവൻ ഈ വീഡിയോ എടുത്തതൊക്കെ ഇവന് തന്നെ വള്ളിയായിട്ട് വന്നുകൊണ്ടിരിക്കുവാണെന്ന് വീഡിയോയിൽ ഇവൻ ഒറ്റയ്ക്ക് ഇരുന്ന് വിളിച്ചൊക്കെ പറയുന്നുണ്ട്, ഞാൻ അവളെ തല്ലിന്നൊക്കെ. അതൊക്കെ തെളിവാണ്. ഈ പൊട്ടൻ്റെ അടുത്ത് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക് ഗൈസ്. ാണ് ജയിലിലോട്ട് പോണേന്ന് എനിക്ക് അറിയത്തില്ല. പോകാൻ വേണ്ടി വരുമ്പോ നമുക്ക് പോവാം, നെഞ്ചു വിരിച്ചതിനെ പോകാം. ആണുങ്ങൾക്കുള്ളതാണ് ജയിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാം. ആണുങ്ങൾക്കുള്ള ജയിലെന്ന് ചേട്ടനോട് ആരാ പറഞ്ഞത്? അവിടെ പെണ്ണുങ്ങൾക്ക് ജയിലൊക്കെ ഉണ്ട്. ചേട്ടൻ അത് അറിയാത്തത് കൊണ്ടാ. ചേട്ടാ, ജയിലെന്ന് പറയുന്നത് അത്ര നല്ല സ്ഥലമൊന്നും അല്ല.
അതാദ്യം മനസ്സിലാക്ക്. അവിടെ സാനിറ്റൈസർ ഒന്നും കിട്ടൂല, ഇടി കിട്ടും. ആക്ച്വലി ഇന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസം കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഇന്നലെയും ഇന്നും കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ പഞ്ചായത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അവരവിടെ വെച്ച് കാര്യങ്ങളൊക്കെ രണ്ടു കൂട്ടരെയും ചോദിച്ച് സംസാരിച്ച് ഞങ്ങൾക്ക് പറഞ്ഞത് രണ്ടു കൂട്ടർക്കും അങ്ങനെ സോൾവ് ചെയ്യാനായിട്ടുള്ള ഉദ്ദേശം ഇല്ലാത്തതുകൊണ്ട്, പ്രത്യേകിച്ചും അവർക്ക് ഇത് കേസാക്കണം എന്ന് തന്നെ ഉദ്ദേശമുള്ളത് കൊണ്ട് കേസാക്കി തന്നെ പോകാനേ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ പ്രൊസീജിയേഴ്സ് തുടങ്ങുവാണ് എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. ഇപ്പൊ വീട്ടിലാണ് കേട്ടാ, ജയിലിനകത്തല്ല. ആവുമ്പോ ഞാൻ എങ്ങനെയൊക്കെ അറിയിക്കാം. ചേട്ടൻ കഷ്ടപ്പെട്ട് അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഞങ്ങളുടെ ന്യൂസുകാർ ചെയ്തോളും. ചേട്ടൻ ഓൾറെഡി ഇപ്പൊ കേരളത്തിൽ മൊത്തം പ്രശ്നമായതുകൊണ്ട് അവരെന്തായാലും ചേട്ടൻ അകത്ത് പോയി കഴിഞ്ഞാൽ സെറ്റായിട്ട് പറഞ്ഞു തരും, പേടിക്കണ്ട. ഏഷ്യാൻ ന്യൂസിൽ ഒഫീഷ്യലായിട്ടൊരു വാർത്ത വന്നു. അപ്പൊ ഞാനും ഭയങ്കര ഹാപ്പിയായി, കാരണം ആദ്യമായിട്ടാണ് ഒരു കേസും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും സന്തോഷം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? അണ്ണന്റെ ഉദ്ദേശം പറക്കുകയോ ഫോർച്യൂണർ എടുക്കുകയോ ഒന്നല്ലായിരുന്നു. ന്യൂസിൽ വന്നിട്ട് ആള് ഫേമസ് ഒന്നുകൂടെ ആവുക എന്നുള്ളതായിരുന്നു. ഒരു 24 ഗുണം ചാനലിൽ വന്ന സമയത്ത് അളിയൻ പറയുന്നത് എന്താണ്? എന്റെ പേരിൽ കേസൊക്കെ വന്നു, സന്തോഷം. ചേട്ടാ, കേസാണ്, കുട്ടിക്കളിയൊന്നും അല്ല. അകത്ത് പോയി കഴിഞ്ഞാൽ പോയതാ, അതാദ്യം മനസ്സിലാക്ക്. ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കടാ. അതിനകത്ത് അപകീർത്തിപ്പെടുത്തൽ ഓക്കെ, നമുക്കത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീൽ ചെയ്യാം. ഞാൻ ആദ്യത്തെ വീഡിയോ ഇടാത്തത്, അതായത് ആദ്യത്തെ എന്റെ വീഡിയോ എന്റെ എക്സ്പീരിയൻസ് മാത്രം പറഞ്ഞത്, മനുഷ്യന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിലുള്ള ഒരു സാധനം എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്നുള്ളത് അത് ഞാൻ പറഞ്ഞു. ഇതിന് എങ്ങനെയാണ് ഞാൻ ഔട്ടായെന്നുള്ളത് പറഞ്ഞു. അപ്പോഴത്തേക്കും വീട്ടുകാർ ആ സംഭവം വെച്ചിട്ട് കുറെ യൂട്യൂബേഴ്സിനെയൊക്കെ വിളിച്ച് ഓഡിയോസും വീഡിയോസും ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ്, അല്ലെ ഓഡിയോസ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് എന്റെ എക്സ്പ്ലനേഷൻ വന്നത്. അത് കഴിഞ്ഞിട്ട് അവരുടെ വീഡിയോസ് വന്നു കഴിഞ്ഞപ്പോഴാണ് എന്റെ അടുത്ത എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ വന്നത്. അപ്പൊ നമുക്ക് നമ്മുടേതായ ഒരു മറുപടി ഉണ്ട്. അപ്പൊ ചേട്ടൻ പറഞ്ഞു വരുന്നത്, ചേട്ടൻ നല്ല ഇതൊന്നും തുടക്കം ഇട്ടത് ചേട്ടന്റെ വീട്ടുകാരാണ്, അവരാണ് ചേട്ടന്റെ എതിരെ വീഡിയോ പോയിട്ട് വന്നതും ചേട്ടനാണ് അപ്പൊ അതിനെതിരായിട്ട് വീഡിയോ പോയത് എന്നാണ് ചേട്ടൻ പറഞ്ഞു വരുന്നത്. ആക്ച്വലി ചേട്ടനല്ലേ ഇത് തുടങ്ങിയത്, ചേട്ടനല്ലേ അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്, എന്നിട്ടിപ്പോ കുറ്റം മൊത്തം അവർക്കെന്നുള്ള രീതിക്ക് പോകുന്നു. സൂപ്പർ. ഇത് രണ്ട് വകുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ആക്രമിക്കലും അപകടപരമായി പരിക്കേൽപ്പിക്കലും. വേർ ഇസ് ദ പരിക്ക് മാൻ, വേർ ഇസ് ദ പരിക്ക് ഗേൾ, എവിടെ പരിക്ക്? ഈ പരിക്ക് എന്ന് പറയാനുണ്ട്, എവിടെ പരിക്ക്? മുഖത്തായി 4 അടി അടിച്ചു, എന്നിട്ട് എവിടെ പരിക്ക്? ആ പരിക്കിന് 4 അടി കൊണ്ട് പാടുവന്നെങ്കിൽ അല്ലെങ്കിൽ ചതവ് വന്നെങ്കിൽ ആശുപത്രി പോയതിന്റെ രേഖയോ എന്തെങ്കിലും സാമാനം ഉണ്ടാവണ്ടേ? ഇതൊന്നും ഇല്ലാതെ പരിക്കേൽപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളായതുകൊണ്ട് ഒരു ഇതൊക്കെ കിട്ടണം. പക്ഷെ ഒരു സഹോദരൻ ഇത്രയും കാലം അന്നം തന്ന സഹോദരൻ പരിക്കേൽപ്പിച്ചു എന്ന് പറയുമ്പോൾ, അത്ര നേരം വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നയാണെന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് ക്ലിപ്സ് മാത്രമേ കാണിക്കുള്ളൂ. ഞാൻ കണക്ക് പറയുന്നില്ല. അപ്പൊ അവള് കണക്ക് പറയുന്നതിന്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ എന്തേ പുറത്ത് വിടാത്തെ? വൈ? എടാ, ഈ വീഡിയോ കണ്ട എങ്ങനെ ചിരിക്കാതിരിക്കുന്നേ? എവിടെ പരിക്കത്? മൊത്തം ഞാൻ കറക്റ്റ് 4 അടി വെച്ചു കൊടുത്തത് പോരെ? ചേട്ടൻ തന്നെ ഇപ്പൊ പറഞ്ഞു ചേട്ടൻ അടിച്ചെന്ന് 4 അടി. തെളിവാടാ. എല്ലാവരുടെയും സ്കിൻ ടോൺ വെച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ പാട് വീഴണമെന്നില്ല. ചിലർക്ക് പാട് പെട്ടെന്ന് വീഴും, ചിലർക്ക് പാട് പെട്ടെന്ന് വീഴത്തില്ല. അത് അങ്ങനെയാണ്, അത് ഓരോരുത്തരുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ടാണ്. അപ്പൊ പാട് വീണു അല്ലെങ്കിൽ പാട് വീണില്ല എന്ന് വിചാരിച്ചിട്ട് അടിച്ചില്ല എന്നൊന്നും ആവത്തില്ല. ഇപ്പൊ ചേട്ടൻ തന്നെ പറഞ്ഞു ഞാൻ 4 അടി വെച്ചു കൊടുത്താണ്, തെളിവാണ്. ചേട്ടൻ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ചേട്ടന്റെ ഭാഗത്ത് യാതൊരുവിധ പ്രശ്നവും ഇല്ല, ചേട്ടൻ ഭയങ്കര ക്ലീനേഷ് ആണ് എന്നാണ് പറഞ്ഞു വരുന്നത് പോലുണ്ട്. ചേട്ടനല്ലേ ഇത് തുടങ്ങിയത്, ചേട്ടനാണ് ഇതിന് വീഡിയോ ഇട്ടത്, BGM കുത്തിക്കേറ്റി വീഡിയോ ഇട്ട് ഇത്രയും അടിപൊളിയാക്കി ഇത്രയും നാറ്റക്കേസാക്കിയത് പുള്ളി തന്നെയാണ്. ആ പെങ്ങളെ പറ്റിയിട്ട് താൻ എന്തൊക്കെയാണോ പറഞ്ഞത്? തനിക്ക് നാണമുണ്ടോ? എന്നിട്ട് ഇമാതിരി ഡയലോഗ്സ് ഇപ്പൊ വന്നിരുന്ന് പറയുന്നു. കഷ്ടം. സ്വന്തമായിട്ട് വരുത്തി വെച്ചല്ലേ, അനുഭവിക്കുക. അപ്പൊ ഈ കാര്യം, അതായത് അവർ വിടുമ്പോഴത്തേക്കും അവരുടെ സൈഡിൽ നിന്നുള്ള സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പുറത്തു വിടുന്നുള്ളൂ, ബാക്കി ഒന്നും വിഷ്വൽസ് പുറത്തു വിടുന്നില്ല. അതുപോലെ തന്നെ അടികിട്ടി എന്താ ഗുരുതരമായി പരിക്കേറ്റു എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ എന്നൊന്നുമുള്ള തെളിവ് ഇവര് പ്രൂഫ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പ്രൂഫ് ഉണ്ടെങ്കിൽ അത് തെളിയിച്ച് കാണിക്കണം. എനിക്ക് 100% ഉറപ്പായിട്ടും അറിയാം ഇതിനകത്ത് വേറെ പ്രൂഫോ കാര്യങ്ങളില്ല. കാരണം ഇവർ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ അടികിട്ടെങ്കിൽ ആ ഇതിന്റെ വീഡിയോ കാര്യങ്ങൾ എന്താ വരാത്തെ? ഞാൻ ആ ഫോണിലാണ് കയറി പിടിച്ചത്, അവളാണ് എന്നെ കയറി പിടിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ചേട്ടാ, അവര് കേസിന് പോകുമ്പോഴത്തേക്കും അവരുടെ ഭാഗം ക്ലിയർ ആക്കാനുള്ള സാധനം മാത്രമേ അവര് പുറത്തു വിടത്തുള്ളൂ. അല്ലാതെ ചേട്ടനെ പോലെ ഞാൻ അത് ചെയ്ത് ഞാൻ ഇത് ചെയ്ത് നീ എന്താന്ന് വെച്ചാൽ ചെയ്യടി എന്ന് പറഞ്ഞിട്ട് ആരും വരത്തില്ല. ചേട്ടന് ആ ഉള്ള ബുദ്ധിയില്ല, അവർക്ക് ബുദ്ധിയുണ്ട്. ദാറ്റ്സ് ദ ഡിഫറൻസ്. അതാദ്യം മനസ്സിലാക്കും ബ്രോ. അപ്പൊ അത്രയൊക്കെ പറയാനായിട്ട്. ഇതൊക്കെ നമുക്ക് ഇനി കോടതി പോകണമെങ്കിൽ കോടതി പോയി തെളിയിക്കാം, അല്ലെങ്കിൽ തെളിയിക്കാൻ ശ്രമിക്കാം. എന്താവുമെന്ന് അറിയില്ല, എന്തെങ്കിലും ആവട്ടെ. ഇനി ഭാഗത്ത് പോകണമെങ്കിൽ അതിന് ഞാൻ റെഡിയാണ്, നോ പ്രോബ്ലം. അപ്പൊ ഓക്കെ ചേട്ടാ, ടാറ്റാ ബൈ ബൈ. കോടതി കാണാം. നടന്ന് നിന്റെ ചെരുപ്പ് തെയ്യും മോനെ. പറയുന്നത് മനസ്സിലാക്കും. മര്യാദയ്ക്ക് ഒരു കോംപ്രമൈസ് അടിക്കാൻ വിളിച്ചപ്പോ അവൻ പറഞ്ഞില്ല കുഴപ്പമില്ല, ഞാനിത് എന്ത് വന്നാലും നെഞ്ചു പിടിച്ച് നേരിടുമെന്ന് പറഞ്ഞു. അനുഭവിച്ചോ? ഇത്രയും കാലം ചെയ്തതിനുള്ളത് തിരിച്ച് കിട്ടണം, കിട്ടിയാലേ ഞാൻ പഠിക്കുള്ളൂ. അത് എന്നെ പോലെ വീടിന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് മുക്കറായിട്ട് ഓടുന്ന എല്ലാ തെണ്ടികളും പഠിക്കണം. എല്ലാ തെണ്ടികൾക്കും ഇതൊരു പാഠമാണ്. എടാ, നിങ്ങൾക്ക് എന്തെങ്കിലും തകരാറ് ഫീൽ ചെയ്യുന്നുണ്ടോ ആ സംസാരത്തിൽ? എനിക്ക് എവിടേക്കോ എന്തൊക്കെയോ തകരാറ് പോലെ ഫീൽ ചെയ്യുന്നു. അവനവന്റെ കാര്യം നോക്കിയില്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ വൈരാഗ്യം വീട്ടുകാർക്ക് തോന്നി തുടങ്ങുമ്പോൾ നീയൊക്കെ പുറത്താണ് എന്നെ പോലെ എന്നുള്ളൊരു അനുഭവം
മനസ്സിലാക്കിയത്. ചേട്ടൻ ഇപ്പം വേറെ ആൾക്കാരൊക്കെ കൂട്ടുപിടിക്കുക, കുടുംബം നോക്കുന്ന ആൾക്കാരെല്ലാം ചേട്ടനെ പോലാന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ വീട്ടിലെ എല്ലാവരും കുടുംബം നോക്കുന്നുണ്ടെങ്കിലും അവരാരും ചേട്ടനെ പോലെ ഇത്ര എച്ചിക്കണക്ക് പറയത്തില്ല. ഓക്കെ, എല്ലാവരും ചേട്ടനെ പോലെ അല്ല, ഒന്ന് രണ്ട് തൂവലൊക്കെ കുറവുള്ള ആൾക്കാരാണ്. അതാദ്യം മനസ്സിലാക്ക്. അകത്ത് പോകുന്നതായപ്പോ കൂടെ ആൾക്കാരെ വിളിക്കുക സപ്പോർട്ടിന്, നിങ്ങളെങ്കിലും വാടാ, നീയൊക്കെ വീട് നോക്കുന്നതല്ലേ, അല്ലെങ്കിൽ എന്റെ ഗതി വരുമെന്ന്. കഷ്ടം. കളിക്കാരനോട് ചോദിക്കാൻ രണ്ട് ചോദ്യമുള്ളൂ. ഒന്ന്, ഞാൻ എന്റെ അനിയത്തിക്ക് കൊടുത്തേക്കുന്ന ലാഭവിഹിതവും ശമ്പളവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോയിൽ കാണിച്ചേക്കുന്ന സ്ക്രീൻഷോട്ട്സിനകത്ത് ഒരു സ്ക്രീൻഷോട്ട് മാത്രം എന്താ കാണിച്ചത്, 4000 രൂപയുടെ. ബാക്കി 26,000 ചില്ലുവാൻ രൂപയുടെയും 18,000 രൂപയുടെയും ഒക്കെ ഓൾറെഡി സ്ക്രീൻഷോട്ട് കിടപ്പുണ്ടായിരുന്നു. ഇതൊക്കെ എന്തുകൊണ്ട് നീ കാണിച്ചില്ല? ആ ഒരെണ്ണം മാത്രം എന്തുകൊണ്ട് കാണിച്ചു? നീ എന്തുകൊണ്ട് എന്റെ അനിയത്തി എന്നോട് സംസാരിച്ച പോർഷൻസ് കട്ട് ചെയ്തിട്ട് ഞാൻ എന്റെ അനിയത്തിലേക്ക് കണക്ക് പറയുന്നതായിട്ട് മാത്രമുള്ള വിഷ്വൽസ് ഇട്ടു? ഇടുന്നോണ്ട് കുഴപ്പമില്ല, പക്ഷെ ഒരു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എല്ലാ വീടുകളെയും മറ്റേ രക്ഷിക്കാൻ നടക്കുന്ന ഒരു രീതിയിൽ ന്യൂട്രലായിട്ട് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും, അല്ല അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്കും, എനിക്കെതിരെയുള്ള വീഡിയോ അല്ല, പ്രശ്നത്തിനെതിരെയുള്ള അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്തുകൊണ്ട് എന്റെ അനിയത്തി ആദ്യം പറഞ്ഞ കണക്ക് പറച്ചിലുകൾ നീ കാണിച്ചിട്ടില്ല? അപ്പൊ അത് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി നീ എന്തുകൊണ്ട് ഇതിനകത്ത് കയറി കളിച്ചു എന്നുള്ളത്. അതായത് നിന്റെ പേജിൽ ലാസ്റ്റ് യൂട്യൂബിൽ ചാനൽ വീഡിയോസ് ഒക്കെ നോക്കി 200, 250, 300 ഒക്കെ വ്യൂസ് ഉള്ള വീഡിയോസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുന്നത്. അപ്പൊ സിംപിൾ മനസ്സിലാവും ഇതിനകത്ത് കയറിയിട്ടുള്ളത് എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്കെതിരെ കളിക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന വ്യൂസിന് റീച്ചിന് വേണ്ടി തന്നെയാണ്. അതിന് മോശമൊന്നും പറയാനില്ല കേട്ടോ. പക്ഷെ അതിനെതിരെ അപ്പൊ അവിടെ കയറി അങ്ങനെ കളിച്ചിട്ട് ഞാൻ ഒരു ന്യൂട്രലായിട്ടാണ് പ്രശ്നത്തിന് എതിരെയുള്ള ഒരു സമാനം അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കുമ്പോൾ അത് വിഴുങ്ങാനായിട്ട് ഞാൻ മറ്റേ പൊട്ട വ്യൂവർ അല്ല, നിന്റെ മറ്റേ പൊട്ട വ്യൂവേഴ്സിനെ പോലത്തെ പൊട്ടനല്ല. എനിക്കെതിരെയുള്ള ഹേറ്റ് കൊണ്ട് ഇവിടെ കുറെ ടോക്കും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനകത്ത് എനിക്ക് ഒരു വിഷയമില്ല, എനിക്ക് കംപ്ലീറ്റ്ലി ഓക്കെയാണ്. കാരണം ഇതിലും വലിയൊരു ഭൂകമ്പമൊക്കെ ഞാനും എന്റെ വൈഫും മാത്രം അതിജീവിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് വേറെ വിഷയമുള്ള കാര്യമല്ല. കേട്ടല്ലോ, ചേട്ടൻ പൊട്ടണൊന്നുമല്ല, വെറുതെ കിടന്നിട്ട് ചേട്ടന്റെ അടുത്ത് ചെയ്യരുത്, നിങ്ങൾ വ്യൂസിന് വേണ്ടിയിട്ട്. ഇതേണ്ട എങ്ങനെയാണ് ചിരിക്കാതിരിക്കുന്നത്? പുള്ളി സീരിയസ് ആയിട്ട് കാര്യം പറയൂ, പക്ഷെ അത് ഏറ്റവും വലിയ കോമഡിയാണ്. അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ കൊണയടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാല് ജയമൊന്നും ഉണ്ടാവാൻ പോണില്ല. ആരാ ഈ പറയുന്നേ? സത്യം പറയട്ടെ, കേരളത്തിലെ നമ്പർ 1 അവർക്ക് ഞാൻ പറയുന്നില്ല, അത് ചെയ്യുന്നത് ചേട്ടനാ. ചേട്ടൻ റീച്ചിന് വേണ്ടിയിട്ട് സ്വന്തം പെങ്ങളെ അമ്മേനെ പറ്റി കുറ്റം പറഞ്ഞപ്പോ വീഡിയോ ഇട്ട്, അത് അവരുടെ സൈഡ്, അതായത് സ്വന്തം പെങ്ങളുടെ അമ്മയുടെ സൈഡ് താൻ പുറത്ത് കാണിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് അയ്യപ്പൻ പള്ളിക്കാടിൽ നിന്ന് ആ ചേട്ടൻ വന്നിട്ട് അവരുടെ സൈഡിൽ നിന്നൊരു വീഡിയോ ചെയ്ത്, തനിക്കും റീച്ച് അവർക്കും റീച്ച്. ഇതിനകത്ത് ആരെയും കുറ്റം പറയാനൊന്നും നിൽക്കരുത്. പിന്നെ കൊണയടി ആ കാര്യം പറയരുത്. കേരളത്തിൽ നമ്പർ 1 ആയിട്ടുള്ളത് ചേട്ടൻ മാത്രമാണ്, അത് ചേട്ടൻ മനസ്സിലാക്കുക. നിയമപരമായിട്ട് നേരിടാൻ റെഡിയാണ്, കോൺഫിഡന്റ് ആണ്. ഇതല്ല, അത്രേ ഉള്ളു, കോൺഫിഡന്റ് ആയിട്ട് നിൽക്കണം. അകത്ത് അടിയിൽ പോകുന്നത് വരെ ഈ ചേട്ടന്റെ കോൺഫിഡൻസ് എനിക്ക് കാണണം. എന്തായാലും ചേട്ടൻ ഇപ്പൊ എന്തായാലും അകത്ത് പോകുന്ന കാര്യം ഏതാണ്ട് തീരുമാനമായി. ചേട്ടൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്, വരുത്തി വെച്ചതാണ്, ഇനി അനുഭവിക്കുക. ഒരു മോനും ഒരമ്മേനെയും പെങ്ങളെയും പറ്റി പറയാൻ പാടില്ലാത്ത രീതിക്കത്തെ ഭാഷയാണ് വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇട്ട് കൊടുത്തിട്ട് ഇപ്പം അവർ കേസ് കൊടുത്തപ്പോഴത്തേക്ക് വന്നിരുന്ന് കരയുന്നു. നാണം ഉണ്ടോ? നാണം ഉണ്ടോടാ നിനക്ക്? കഷ്ടം. ഇനി എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. ഇതിനകത്ത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിരിച്ചു പോകും. ഒരാളുടെ സീരിയസ് ലൈഫിലെ സിറ്റുവേഷൻ ആണെന്ന് അറിയാം, പക്ഷെ ഇമാതിരി ഡയലോഗ്സ് വന്നിരുന്ന് അടിക്കുമ്പോഴത്തേക്കും എങ്ങനെയാടാ മിണ്ടായിരിക്കുന്നത്? എന്തായാലും കൊള്ളാം, വരുന്നിടത്ത് വെച്ച് കാണാം. ഇനിയിപ്പോ ചേട്ടൻ എന്താവും എന്നൊക്കെ കണ്ടറിയാം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.